ആനന്ദിന്റെ മനസ്സിലെ മാനസിക സംഘർഷങ്ങളും നടന്ന സംഭവങ്ങളും പുറത്തുവന്നതോടെ ശ്രീദേവി തകർന്നു പൊട്ടിക്കരയുന്നു. മകൻ അനുഭവിച്ച വേദനയോർത്ത് ഗോമതിയും മുറിയിലിരുന്ന് സങ്കടപ്പെടുകയാണ്. ഗോമതിയെ ആശ്വസിപ്പിക്കാനായി മീനാക്ഷിയും മിത്രയും എത്തുമ്പോൾ ഉദയഭാനു ചെയ്ത ചതിയെക്കുറിച്ചും മകന്റെ ജീവിതത്തിലുണ്ടായ തകർച്ചയെക്കുറിച്ചും ഓർത്ത് ഗോമതി രോഷവും സങ്കടവും പ്രകടിപ്പിക്കുന്നു. ഹാളിലേക്ക് എത്തുന്ന ഗോമതി ബാലന്റെ കോളറിൽ പിടിച്ചു ചോദ്യം ചെയ്യുന്നു. സ്വന്തം മകന്റെ വിവാഹ ആലോചന വന്നപ്പോൾ ആ കുടുംബത്തെക്കുറിച്ച് എന്തുകൊണ്ട് കൃത്യമായി അന്വേഷിച്ചില്ലെന്നും മകന്റെ ജീവിതം തകർത്തെന്നും ആരോപിച്ച് ഗോമതി ബാലനോട് പൊട്ടിത്തെറിക്കുന്നു. സങ്കടം സഹിക്കാനാവാതെ കരയുന്ന ഗോമതിയെ ആനന്ദ് പതുക്കെ ചേർത്തുപിടിച്ച് ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നു. മുറിയിൽ തനിച്ചിരുന്ന് കരയുന്ന ശ്രീദേവിയുടെ അടുത്തേക്ക് മീനാക്ഷിയും മിത്രയും എത്തുന്നു. താൻ മനഃപൂർവ്വം ആരെയും ചതിച്ചതല്ലെന്നും സ്വന്തം വീട്ടുകാരുടെ ഭീഷണിയും നിർബന്ധവും കാരണമാണ് തനിക്ക് ഈ കള്ളത്തരങ്ങൾ പറയേണ്ടി വന്നതെന്നും ശ്രീദേവി കണ്ണീരോടെ തുറന്നു പറയുന്നു. ശ്രീദേവി തെറ്റുകാരിയല്ലെന്നും അവളുടെ മാനസികാവസ്ഥ പരിതാപകരമായിരുന്നുവെന്നും മീനാക്ഷിക്കും മിത്രയ്ക്കും ബോധ്യപ്പെടുന്നുണ്ടെങ്കിലും കുടുംബത്തിൽ സംഭവിച്ച തകർച്ചയോർത്ത് എല്ലാവരും സങ്കടപ്പെടുന്നു.